ശ്രദ്ധയെത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മീഖാ പ്രവാചകന്റെ പുസ്തകം, പ്രവചന പുസ്തകത്തിൽ മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒരാളിന് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം നിങ്ങൾ പേപ്പർ കീറാതെ ഒന്ന് അടിവരയിട്ട് സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ചരിത്രത്തിലേക്കോ അതിൻ്റെ ആധികാരികതയിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തിലേക്കൊന്നും പോകുന്നില്ല. ചില ദൂതുകൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. ചില ദൂതുകൾ മാത്രം. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ നമ്മൾ പഠിക്കുമ്പോൾ മീഖാ പ്രവാചകൻ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ മീഖ തന്നെയാണ്. ഇത് എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, ആമേൻ, AD 55 ഇത് എഴുതിയത്. പ്രൈസ് ദി ലോർഡ്. ആർക്കു വേണ്ടി എഴുതിയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിനും യഹൂദയ്ക്കും വേണ്ടിയാണ് എഴുതിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധിക്കൂ, ഇത് ബൈബിളിൽ എത്രാമത്തെ പുസ്തകമെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ 33-ാമത്തെ പുസ്തകമാണ് ഈ മീഖാ പ്രവാചകന്റെ പുസ്തകം. മറന്നു പോകരുത്, 33-ാമത്തെ പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. ആകെ ഇതിലുള്ളത് 7 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. 7 അധ്യായങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആകെയുള്ള വാക്യങ്ങൾ 105 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതിൻ്റെ താക്കോൽ വാക്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ 6-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവും 7-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യവുമാണ് നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത്. ആമേൻ. സ്തോത്രം. ലളിതമായ രീതി. അപ്പോൾ ഇത് താക്കോൽ വാക്ക് നമുക്ക് ചിന്തിക്കാം. ഇതിൻ്റെ താക്കോൽ വാക്കുന്ന ന്യായവിധിയാണ്. കാരണം ഇസ്രായേലിനെ കുറിച്ചുള്ളൊരു ന്യായവിധി ആമേൻ മീഖാ പ്രവാചകന്റെ നാവിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഇതിൻ്റെ ആമേൻ സ്തോത്രം താക്കോൽ അധ്യായം എന്ന് പറയുന്നത് 6-ാമത്തെ അധ്യായമാണ്. 6-ാമത്തെ അധ്യായമാണ് താക്കോൽ അധ്യായം. പ്രൈസ് ദി ലോർഡ്. ആകെ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 123 പ്രവചനം. ഈ 7 അധ്യായത്തിനകത്ത് 123 പ്രവചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഇതിൽ ചോദ്യങ്ങളുണ്ട്. 23 അധ്യായത്തിനകത്ത് 23 ചോദ്യങ്ങൾ. ആകെയുള്ള മുന്നറിയിപ്പുകൾ 123. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആകെ ആമേൻ സ്തോത്രം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാഴ്ത്തത്വങ്ങൾ എന്ന് പറയുന്നത് 2 വാഴ്ത്തത്വങ്ങളേ ഉള്ളൂ. ഇസ്രായേലിനുള്ള 2 വാഴ്ത്തത്വങ്ങൾ. അതിൽ ഒരു വാഴ്ത്തത്വമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ച് കേട്ടതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതിൻ്റെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് മീഖ തന്നെയാണ്. ഈ പുസ്തകത്തിൽ ചില ആമേൻ പലരും സങ്കീർത്തനങ്ങൾ മാത്രം വായിച്ച് മുമ്പിലോട്ട് പോകുന്നവരാണ് കൂടുതലും ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതിൻ്റെ പ്രധാനമായ കഥാപാത്രം എന്ന് പറയുന്നത് മീഖാ പ്രവാചകൻ തന്നെയാണ്. ആമേൻ. ഇത് ഇസ്രായേലിന് വേണ്ടിയും യഹൂദയ്ക്കും വേണ്ടിയും തന്നെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെയൊക്കെ ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം കിട്ടിയല്ലോ. ആമേൻ. അപ്പോൾ ഇന്ന് ദൂതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 8-ാമത്തെ വാക്യത്തിൻ്റെ ആമേൻ സ്തോത്രം നമുക്ക് 7-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. നോയിക്കേ, അതിന് ലാസ്റ്റ് പദമാണ് ഇതിൻ്റെ പ്രൈസ് ദി ലോർഡ് 2 വാഴ്ത്തത്വങ്ങളിൽ ഒറ്റ വാഴ്ത്തത്വം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണു എങ്കിലും എന്ത് ചെയ്യും? എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണു എങ്കിലും എഴുന്നേൽക്കും. അടുത്ത് പറയുന്നത് ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. കണ്ടോ? ഈ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോഴേ ഇതിൻ്റെ ഏറ്റവും വലിയ ആമേൻ ഈ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ഈ അധ്യായങ്ങളിൽ 7 അധ്യായങ്ങളിൽ എന്തുകൊണ്ട് ന്യായവിധിയുടെ ആമേൻ ഒരു പ്രവൃത്തി ഇതിനകത്ത് ഇസ്രായേലിൽ ദൈവം കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ആമേൻ സ്തോത്രം ഇതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ 5, 6, 7 വാക്യങ്ങളിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ ഈ ആമേൻ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒറ്റ
വാക്കിൽ പറഞ്ഞു നിർത്തുകയാണ്, നീ എന്ത് ചെയ്യരുത്? കൂട്ടുകാരനെ വിശ്വസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇസ്രായേലിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുവാൻ കൂട്ടുകാരനായിരിക്കുന്ന അഹരോനെ വിശ്വസിച്ച ഒരു മനുഷ്യനാണ് ആരാ? മോശ. പ്രൈസ് ദി ലോർഡ്. അവിടെ തുടങ്ങി പരാജയം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏറ്റവും ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ദൈവം നൽകപ്പെട്ടിരിക്കുന്ന ദൂതുകളും അരുളപ്പാടുകളും ഇന്ന് പകലിൽ മനസ്സിലാക്കി മുൻപിലോട്ട് കടന്നു പോകുന്ന വ്യക്തിക്ക് 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നു, എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ പ്രാരംഭ ഘട്ടത്തിന്റെയും അവസാന ഘട്ടത്തിന്റെയും ഇടയ്ക്ക് പ്രവാചകൻ പറഞ്ഞു നിർത്തുന്ന ഒരു പദപ്രയോഗമാണ് 7-ന്റെ 1-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന് വേണ്ടി വഴി തുറന്നിട്ടും പിന്നെ അവർ വിശ്വസിക്കാതെ വ്യക്തികളിൽ വിശ്വസിച്ച് മുൻപിലോട്ട് കടന്നു പോകുന്നു. മനസ്സിലാകുന്നുണ്ടോ? അവരെ കുറിച്ചാണ് ഈ ഭാഗത്ത് പഠിക്കുന്നത്. അടുത്ത 6-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നു, മകൻ അപ്പനെ എന്ത് ചെയ്യുന്നു? നിന്ദിക്കുന്നു. അത് ഈ തലമുറയിലുണ്ട്. ഈ തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം അപ്പനെ മക്കൾ നിന്ദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. അടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? മക്കൾ അമ്മയോടും മരുമക്കൾ അമ്മായി അമ്മയോടും എതിർത്തു നിൽക്കുന്നു. കണ്ടോ? പ്രവാചകന്റെ ദൂത് കണ്ടോ? അതവിടെ നിൽക്കട്ടെ. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം പഠിക്കുമ്പോൾ 37-ാമത്തെ സങ്കീർത്തനം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് നാം വരപ്പെടുമ്പോൾ അതിനകത്ത് സങ്കീർത്തന പ്രമാണിയായിരിക്കുന്ന സ്തോത്രം ദാവീദ് ഒരു വാക്ക് അതിനകത്ത് 28-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോൾ അവിടെ ഒരു വാക്ക് പറയുന്നത് ഇങ്ങനെയാണ്, യഹോവേ ന്യായപ്രിയനാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവ എന്താകുന്നു? ന്യായപ്രിയനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയണം കേട്ടോ. രാവിലെ എണീറ്റിരുന്ന് എൻ്റെ ബെഡ് കോഫി എവിടെ മമ്മി അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവെ എന്നല്ല ചോദിക്കേണ്ടത്. യഹോവ ന്യായപ്രിയനാകുന്നു. അടുത്ത പദം നോക്കിയേ. നിന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കാത്തവനുമല്ലോ. കണ്ടോ? ഈ ഭൂപരപ്പിൽ ഉപേക്ഷിക്കാത്ത ഒരു മനുഷ്യനേ ഉള്ളൂ, നമ്മുടെ കർത്താവ്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, കർത്താവ് മനുഷ്യനാണോ? യെസ്, 100% മനുഷ്യനും 100% ദൈവവുമായി ഈ താണഭൂമിയിൽ ഇറങ്ങി വന്ന സ്തോത്രം മനുഷ്യന് വേണ്ടി എന്ന് പറഞ്ഞ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്തോത്രം രാപ്പകൽ കരഞ്ഞും പ്രാർത്ഥിച്ചും മുൻപിലോട്ട് പോയ ഒരു മനുഷ്യനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, അടുത്ത് പറയുന്നത്, അവർ എനിക്കും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലോ, അവർ എന്നേക്കും ചെയ്യുന്നു പരിപാലിക്കപ്പെടുന്നു, ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. കണ്ടോ? നീതിമാന്റെ തലമുറ എന്നെന്നും അനുഗ്രഹിക്കപ്പെടുമ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവന്റെ തലമുറ എന്നേക്കും ഛേദിക്കപ്പെടുമെന്ന് പ്രവാചകൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. എത്ര പേർക്ക് ഈ ആലോചന മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ഉപവാസ പ്രാർത്ഥന നടുവിൽ ഒരു ചെത്തലിന്റെ രാത്രി ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു ചെത്തലിന്റെ രാത്രി. അതല്ലേ യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടതിന് ഇതിനെ ചെത്തി വെടിപ്പാക്കി അധികം 100 മേനി ഫലത്തിലേക്ക് നിന്നെ എന്നെയും കൊണ്ടുവരുവാൻ പരമപ്രധാനമായ ഒരു കാര്യം ഇതാണ്. സ്വർഗത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ദൈവത്തിന് ഇന്ന് രാത്രിയും പറയുവാനുള്ളത്, നിന്റെ യാത്രകൾ ശുഭമായിരിക്കട്ടെ. അതിന്റെ അതേ അധ്യായം തന്നെ 25-ാമത്തെ വാക്യവും 26-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചാട്ടെ. 25-ഉം 26-ഉം വാക്യം വായിച്ചാട്ടെ. ഞാൻ വായിക്കുന്നു, ഞാൻ ബാലനായിരിക്കുന്നു. കണ്ടോ? നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി. വായിക്കുന്ന അഭിഷത്ത് എവിടെ? വായിക്കുന്ന അഭിഷത്ത് എവിടെ? വായിക്കുന്ന അഭിഷത്ത്? ഒന്ന് ശക്തമായി ഒന്നുകൂടെ വായിച്ചേ. ഒന്നുകൂടെ വായിച്ചേ. ഞാൻ ബാലനായിരുന്നു. ഉറച്ച്. ഞാൻ ബാലനായിരുന്നു. ഒന്നുകൂടെ ഉറച്ച്. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല സിസ്റ്ററെ, ഒരിക്കലും ഇരക്കത്തില്ല, ഉറപ്പായിട്ടും.
നിങ്ങളുടെ തലമുറ ഇറക്കുന്നത് ദൈവം ആമേൻ സ്തോത്രം കാണുകയില്ല. കാരണം നിങ്ങളുടെ തലമുറയെ ദൈവം അനുഗ്രഹിക്കാൻ പോകുക. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും പറയുന്നത് വൃത്തനായി കഴിഞ്ഞാൽ ഇനി എവിടെയെങ്കിലും വടിയും കുത്തി പിടിച്ചിരിക്കുന്നു. അത് പണ്ട്. ഇപ്പോൾ 60 വയസ്സായ ആളിനെ കാണണമെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കണം, തല മുതൽ പാദം വരെ. സ്തോത്രം. 60-80 വയസ്സായവരെ കാണണമെങ്കിൽ ആമേൻ സ്തോത്രം സ്കാനിങ് സെന്ററിൽ പോയി നോക്കണം, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എവിടെയൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മിനി സിസ്റ്ററെ, മിനി ഫിലിപ്പ്, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ കർത്താസിയെ പ്രാർത്ഥിച്ചോ. ആമേൻ. ഒരു വലിയ ആമേൻ അത്ഭുതം ആ കുടുംബത്തിന് സംഭവിക്കാൻ പോയ ദൈവം തരാൻ പോയ കേട്ടോ. ഒരു വലിയ ബ്ലെസ്സിങ്. നാളുകളായിരുന്ന് കരയല്ലേ. പ്രാർത്ഥിച്ചോ. വില കൊടുക്കുന്നവനെ കണ്ടുപിടിച്ച് അനുഗ്രഹിക്കുന്ന ദൈവം. ഒരു നല്ലൊരു ഇങ്ങനെ കൈ നൂരത്തില്ലേ, കൈ നൂത്ത് ഒന്ന് സ്തോത്രം പറഞ്ഞേ. ആ ഇരിപ്പിടത്ത് ഇരുന്നു കൊണ്ട് അതിന് പൊങ്ങട്ടെ, കൈ ഉയരട്ടെ. കർത്താസി കൈ ഇങ്ങനെ ഉയരട്ടെ. എന്റെ കൈ കാണാമോ? അത് തന്നെ. കൈ എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോ. കർത്താവ് ഒരു അത്ഭുതം ഈ 2024 കഴിയും മുമ്പേ കുടുംബത്തിനകത്തളങ്ങൾ കണ്ടുപിടിച്ചു വന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാ. പ്രാർത്ഥിച്ചോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതാണ് ആമേൻ സ്തോത്രം. കർത്താവ് പറഞ്ഞൊരു ആമേൻ അപ്പോസ്തലനായ പൗലോസ് ഒരു വാക്ക് പറഞ്ഞു കേട്ടോ. ആമേൻ സ്തോത്രം. ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിരിക്കുന്നു. പക്ഷെ എന്തുണ്ട്? എതിരാളികൾ പലരും ഉണ്ട് കേട്ടോ. എതിരാളികൾ എന്തുണ്ട്? പലരുമുണ്ട്. അല്ലേ സൂസൻ കർത്താവിന്റെ അഭിഷേകത്തെ, അല്ലേ സൂസൻ ദൈവദാസിയെ എതിരാളികൾ ചിരി കണ്ടോ. എതിരാളികൾ ഇപ്പൊ പരാജയപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ആ ചിരിക്ക് കൊടുക്കണം പൈസ കണ്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ ദൈവം വിശ്വസ്തനായി എന്റെ കൂടെ വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. റീന ഫിലിപ്പ്, എന്റെ കൂടെ ദൈവം വന്നിരിക്കുക. അല്ലേ ആമേൻ. പ്രൈസ് ദി ലോർഡ്. റീന കർത്താസി, അത് എന്റെ കൂടെ ദൈവം ഇരിക്കുക. അങ്ങനെ ഉള്ളവർ ഇന്ന് രാത്രിയിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നെ അനാഥയായി വിടുന്ന ദൈവമല്ല. ആരെല്ലാം മാറ്റി നിർത്തിയാലും, ആരെല്ലാം ആമേൻ സ്തോത്രം ഉപേക്ഷിച്ച് കളഞ്ഞാലും ഉപേക്ഷിക്കാത്തൊരു ദൈവം. ഹല്ലേലൂയ. ദൈവ പൈതലേ, ആമേൻ സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ വീട് തേടി വന്ന് അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? ആ കർത്താവ് നിന്നെ വീട് തേടി വന്ന് അനുഗ്രഹിക്കുന്ന, വിളിച്ചിറക്കുന്ന ആമേൻ സ്തോത്രം. നിന്നെ പറമ്പിൽ വെച്ച് മാത്രമല്ല കേട്ടോ, അതിരിൽ വെച്ച് മാത്രമല്ല കേട്ടോ, വീട്ടിനകത്ത് വച്ചല്ല കേട്ടോ. നിന്നെ ഏത് പട്ടണത്തിലാണോ നിന്ദിക്കപ്പെട്ടത് ആ പട്ടണത്തിനകത്ത് നിന്നെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിർത്തി നിന്നെ അനുഗ്രഹിക്കുന്ന, മാനിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തെ ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ദൈവം നിന്നെ വീട്ടിനകത്തോ അറയ്ക്കകത്തോ ഗുഹയ്ക്കകത്തോ നിർത്തി നിന്നെ മാനിക്കുന്നവനല്ല കേട്ടോ. അത് അല്ല കേട്ടോ. നിന്നെ ഏത് വ്യക്തിയുടെ മുമ്പിൽ വെച്ചാണോ നിന്നെ പരാജയപ്പെടുത്തിയത് അവിടെ കൊണ്ട് നിർത്തി നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. വാഴ്ത്തത്വമുള്ളവനെ വെട്ടിയാലും അവൻ വളരും. വാഴ്ത്തത്വമുള്ളവനെ ആരെല്ലാം വെട്ടിയാലും അത് വളർന്നു വരും. നിന്നെ വെട്ടിയോ? നിനക്ക് ചിന്തിക്കുന്നു ദൈവനെ വെട്ടി, ആരെങ്കിലും വെട്ടിയെങ്കിൽ പറ. ഇന്ന് രാത്രി നിന്നെ വളർത്തുന്ന ഒരുത്തനുണ്ട്. ആ ദൈവത്തെ ഈ രാത്രി ഞാൻ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഷീബ ആന്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇത്ര ധീരതയോടെ നിൽക്കുന്ന ഒരു കർത്താവിന്റെ അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ധീരതയോടെ എന്തെല്ലാം വന്നാലും, ഏതെല്ലാം വന്നാലും, പ്രയാസം വന്നാലും, വേദന വന്നാലും, ഇവിടുന്ന് അമ്പുകൾ വന്നാലും പ്രശ്നമില്ല. യഹോശാഫാത്ത് നടുമധ്യത്തിൽ നിന്ന് വിളിച്ചതുപോലെ ഒറ്റ വിളി, ദൈവമേ. ഒരു വിളി വിളിച്ച് മുഴങ്കാൽ മടക്കുമ്പോൾ നേരെ വരുന്ന അമ്പുണ്ടല്ലോ. ആമേൻ. നെബൂഖദ്നേസർ രാജാവിന് നെഞ്ചുകൂട് തകർത്ത് പുറത്തു പോകുന്നത് പോലെ 2024 കഴിയും മുൻപ് 2024 ആമേൻ ജൂൺ മാസം മുതൽ തൊടുത്തുവിട്ട അമ്പുകളുണ്ട് കേട്ടോ. ആ അമ്പുകളെല്ലാം ഈ ഡിസംബർ കഴിയും മുൻപ് അത് ആമേൻ വിട്ടവന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന വർഷമെന്ന് ദൈവാത്മാ വിളിച്ചു പറയുക. ഓ റിബലബ ശമനവരകതുനി വൈഡകരാജകൽഖനാദി. ഇവിടെ നോക്കിക്കേ, നമ്മൾ മടങ്ങി വരപ്പെടുമ്പോൾ അടുത്ത് 26-ാമത്തെ വാക്യത്തിലേക്ക് വരും. അതിവിശാലമായി പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ആമേൻ ദാവീദ് പറഞ്ഞിരിക്കുന്ന ദൂത് കണ്ടോ. അവിടെ 26-ാമത്തെ വാക്ക് പറയുന്നത് അവൻ നീതിയും ആമേൻ കൃപാലുവായവൻ. പ്രൈസ് ദി ലോർഡ്. അന്ന് എന്താ അവിടെ വായിച്ചേ? 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 37-26
സങ്കീർത്തനങ്ങൾ. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. കണ്ടോ, ഇപ്പൊ ആ വാക്യത്തിന് കുറച്ചുകൂടെ കട്ടി വന്നില്ലേ? ഒന്നുകൂടെ വായിച്ച അഭിഷേകത്തെ വാക്ക്. അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്ന വാക്കിന്റെ ആഴം കണ്ടോ? അബ്രഹാമേ, ഓ നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ദൂത് ഏറ്റെടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ, അടുത്ത വാക്ക് കേട്ടോ, എടാ നിന്നെ ശപിക്കുന്നവനെ, അത് നിന്റെ സഹോദരനാണെങ്കിലും നിന്റെ അപ്പനാണെങ്കിലും നിന്റെ അമ്മയാണെങ്കിലും നിന്റെ കൂടെ നിൽക്കുന്ന ഭാര്യയാണെങ്കിലും ഞാൻ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. വിളിച്ചത് നിന്നെയാടാ, നിന്റെ അപ്പനെ ഞാൻ വിളിച്ചിട്ടില്ല, വിളിച്ചത് നിന്നെയാ. പ്രൈസ് ദി ലോർഡ്. വിളിച്ചിറക്കിയ അബ്രഹാമിനെ മറുകര കൊണ്ട് നിർത്തി മാനിച്ച തലമുറകളെയും നൽകി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സകലത്തെയും വർദ്ധിപ്പിച്ചു കൊടുത്ത് ആമൻ നിരാശനായി പുറത്തുവിടാത്തൊരു സ്വർഗം ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞ്, നിന്റെ കുടുംബത്തിനകത്ത് നീ ആദരിച്ചവരും നീ ബഹുമാനിച്ചവരും മാറോട് ചേർത്തണച്ചവരും ആമേൻ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ലിസി സജി കർത്താവിന്റെ അഭിഷേകത്തെ ചേർത്ത് പിടിച്ചവരെല്ലാം മാറ്റി നിർത്തിക്കളഞ്ഞെങ്കിലും പേടിക്കണ്ട കേട്ടോ. അവസാനത്തോളം ഒന്നെങ്കിലും കൂടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിരുന്നില്ലേ? ആമേൻ. എല്ലാവരും പോയെങ്കിലും പ്രശ്നമില്ല കേട്ടോ. കൂടെ ഉള്ളവൻ പറയുകയാണ്, ഞാൻ നിന്നെ ഒരിക്കലും ആമേൻ സ്തോത്രം അനാഥയായി വിടുന്ന ഒരു ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. പലരെയും ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് ഒരു രാജാവിന്റെ മാറത്ത് പറ്റിക്കിടക്കുന്ന ഒരു അരക്കച്ച പോലെ ഞാൻ ചേർത്ത് പിടിച്ച് നിർത്തിയെങ്കിലും ആമേ ഭാരപ്പെടണ്ട കേട്ടോ. നിർത്തിയവരെല്ലാം പുറങ്കാൽ കൊണ്ട് തട്ടിക്കളഞ്ഞ് ഓടിക്കളഞ്ഞെങ്കിലും ഭാരപ്പെടണ്ട. ആത്മാവന്റെ ഹൃദയത്തിലേക്ക് ഇന്ന് രാത്രി ദൂത് പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ രാത്രിയെ കേട്ടോ. ആ കുടുംബത്തിനകത്ത് റൂമിനകത്ത് ഒരു റൂമിൽ കറങ്ങി നടക്കേണ്ടതല്ല. കർത്താവിന്റെ വേലയുമായി ചില അതിരുകൾ ശത്രു വച്ചിരിക്കുന്നത് വെട്ടി മുറിച്ചുകൊണ്ട് ആമേ സ്തോത്രം ചില ആമേ ദീർഘദൂര യാത്രകൾ മുമ്പിലുണ്ടെന്ന് ദൈവാത്മാവിന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെടുത്തുന്ന ദൈവമുണ്ട്. ഇന്ന് രാത്രി ഞാനിങ്ങനെ ആമേ സ്തോത്രം ഈ വചനം ധ്യാനിച്ചുകൊണ്ടേ ഇരുന്നപ്പോഴേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാസിക്ക് ഒരു മെസ്സേജ് ഇട്ടു. സ്തോത്രം. അടുത്തൊരു ദൂത്, പാസ്റ്ററെ ഇന്ന് ഉപവാസത്തിന് ആരെ വിളിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. കുറേ നാളെ വീട്ടിൽ പോകുന്നവർ ഞാൻ പറ്റിച്ചു കളഞ്ഞു. സ്തോത്രം. ഇതാ വരണം എന്ന് പറഞ്ഞിട്ട് അതിലേ പോയ ആളാണ് ഞാൻ. സ്തോത്രം. വീട്ടിൻ്റെ വാതിൽ കൂടെ പോയിട്ട് കയറിയില്ല കേട്ടോ. അത് ഇപ്പോഴല്ല, പണ്ടേ ഉള്ള ദുർശീലമാണ്. സ്തോത്രം. അതുകൊണ്ട് ക്ഷമിക്കുക. ആമേൻ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തന്നൊരു ആലോചനയാണ്. ഇതിനകത്തിരിക്കുന്ന ചില മാതാക്കളുടെ കണ്ണുനീര് തുടയ്ക്കാൻ പോകുകയാണ്. നിന്റെ തലമുറ അമേരിക്കയിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? നിന്റെ മോക്ക് വിദേശത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? കുടുംബമായി അവിടെ സെറ്റിലാകാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? ഇപ്പൊ വല്ല നന്മയുണ്ടോ? 2 പട്ടികളുണ്ട്, ഞാനും ഉണ്ട്. തോരാത്ത കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്ത് ഈ കുടുംബങ്ങൾക്കകത്ത് ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. പട്ടിക്ക് തീറ്റി കൊടുത്തോ മമ്മി എന്ന് വിളിച്ചു ചോദിക്കുമ്പോ മമ്മി ആഹാരം കഴിച്ചോ? ഒന്ന് ടെസ്റ്റ് ചെയ്തോ? ഇപ്പൊ BP എങ്ങനെയുണ്ട്? കൊളസ്ട്രോൾ എങ്ങനെയുണ്ട്? ഷുഗർ എങ്ങനെയുണ്ട്? ഹാർട്ട് ഒന്ന് ചെക്ക് ചെയ്തോ? ചോദിച്ചിട്ടുണ്ടോ? ഒന്ന് ഭക്ഷണം കഴിച്ചോ എന്ന്? രാപ്പകൽ പ്രാർത്ഥിച്ചില്ലേ? മുട്ടുമേ നിന്ന് എന്റെ തലമുറയ്ക്ക് വേണ്ടി. ഇന്ന് രാത്രി അപ്പനെയും അമ്മയും പറ്റിച്ചിട്ട് എവിടെ പോയാലും തിരിച്ചു കൊണ്ടുവരും. സൂസൻ, രാജൻ, സൂസൻ കർത്തദാസിയെ, സൂസൻ രാജനല്ലേ? രാജൻ, അത് തന്നെ. സൂസൻ രാജൻ, അത് തന്നെ. കൈവകെ ഒരു ഫാന് മുകളിൽ കാണാം. തലയ്ക്ക് മുകളിൽ ഒരു ഫാൻ, തലയ്ക്ക് മുകളിൽ ഒരു ഫാൻ ഇരിക്കുക. അത് തന്നെ. സൂസൻ കർത്തദാസി ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? പ്രാർത്ഥിച്ചോ. വഴിയൊരുക്കുന്നവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കുന്നവനാഴികളിൽ
വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. ഇന്ന് ഈ രാത്രിയിൽ എത്രത്തോളം നീ പ്രാർത്ഥിച്ചെങ്കിലും, സൂസൻ കർത്തദാസിയെ പ്രാർത്ഥിച്ചോ, സൂസൻ രാജൻ പ്രാർത്ഥിച്ചോ? ആമേൻ. 2025 6ാമത്തെ മാസത്തിനകത്ത് വച്ച് ഒരു വലിയ ദൈവപ്രവൃത്തി കുടുംബത്തിൽ ദൈവം ചെയ്യാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചോളൂ, മുട്ടുമടയിക്കോളൂ. ഏലിയാവിനെ കെരീത്തിന് അരികത്തുനിന്ന് എണീക്കാതെ അവിടെ ഇരുത്തി കാക്ക ആഹാരം കൊണ്ട് അവിടെ കൊടുത്തെങ്കിൽ പ്രാർത്ഥിച്ചോ, ദൈവം വഴികൾ തുറക്കാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് മറുപടിയെന്ന് ദൈവാത്മാവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഗസ്കേൽ പ്രവാചകൻ എന്താ പറയുന്നത്? 22ാമത്തെ അധ്യായത്തിന്റെ 7ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ എഗസ്കേൽ പ്രവാചകൻ ഒരു ദൂത് പറയുന്നല്ലോ. ഒന്ന് വായിച്ചാട്ടെ. എഗസ്കേലിന്റെ പുസ്തകം 22ാമത്തെ അധ്യായം അതിന്റെ 7ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എന്താണ് ആ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ദൂത്? ഒന്ന് വായിച്ചേ. നിന്റെ മധ്യേ അവർ അപ്പനെയും അമ്മയെയും പുച്ഛിക്കുന്നു, നിന്റെ മധ്യേ അവർ പരദേശിയെ പീഡിപ്പിക്കുന്നു, നിന്നിൽ വെച്ച് അവർ അനാഥനെയും വിധവയെയും ഉപദ്രവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ മധ്യേ വച്ച് അവരെന്ത് ചെയ്യും? നിന്റെ മധ്യേ അവർ അപ്പനെയും അമ്മ എന്ത് ചെയ്യുന്നു? പുച്ഛിക്കുന്നു, പുച്ഛത്തോടെ കാണുന്നു. ഭാരപ്പെടണ്ട. ഇന്ന് രാത്രിയിൽ അങ്ങനെ കാണുന്നവരുടെ മുൻപിൽ വച്ച് നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ തമ്പുരാൻ വിളിച്ചു പറയുക. കേട്ടോ, പ്രാർത്ഥിച്ചോ. ആമേൻ. പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗത്തിലെ അഭിഷേകം ഇന്ന് രാത്രി ചില കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരികയാ. ആമേൻ. സ്തോത്രം. ഞാൻ ആമേൻ ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ചില ആമേൻ സ്തോത്രം ദൈവദാസിമാരോടും ദൈവഭക്തന്മാരോടും ദൈവത്തിന്റെ ആലോചന അതുപോലെ തന്നെ ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞതിനെ പുച്ഛിച്ചവരുടെ നടുവിൽ ഹല്ലേലൂയ ശവനപരഗതുനി വൈഡകരാജകൽക്കനാദി നിന്നെ പുച്ഛിച്ച് തള്ളിയവരുടെ നടുവിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിന്നെ പുച്ഛിച്ച് മാറ്റി നിർത്തിയവരുടെ ഇടയിൽ ഞാൻ നിന്റെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവമെന്ന് രാത്രി മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്തുകൊണ്ട് അങ്ങനെ ദൈവാത്മാവ് പറഞ്ഞത്? പുച്ഛിക്കുന്നവരുടെ നടുവിൽ രേഖ. ആമേൻ. രേഖയല്ലേ? രേഖ എന്ന ദൈവദാസി. ആ കൈയൊന്ന് ഉയർത്താമോ കർത്തദാസിയെ? പ്രൈസ് ദി ലോർഡ്. അത് തന്നെ. ആമേൻ. ഇപ്പൊ ആയിരിക്കുന്ന മേഖലയിലുണ്ടല്ലോ തമ്പുരാൻ ആമേ കണ്ടുപിടിച്ച് അനുഗ്രഹിക്കുന്ന നാളുകൾ വിദൂരമല്ല. കേട്ടോ, പക്ഷെ പ്രാർത്ഥനയിൽ ഒറ്റിരിക്കണം. പ്രാർത്ഥനയിൽ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ നടുവിൽ ഈ ദിവസങ്ങളിൽ കടന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, ഞാൻ നിന്നെ പേർ ചൊല്ലി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. കേട്ടോ അഭിഷേകത്തെ. കഴിഞ്ഞ നാളുകളിൽ ചിലപ്പോൾ ചില ആമേൻ സ്തോത്രം വിഷമത്തിന്റെ നടുവിലായിരിക്കാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നത് പുച്ഛിച്ച് മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ ഞാൻ നിങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി യഹസ്കേൽ പ്രവാചകനോടുകൂടെ ചേർന്ന് നിന്ന് തന്നെ ഇന്ന് രാത്രി ആ ദൂത് കൈമാറുകയാണ്. കേട്ടോ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവൻ ആമേൻ സ്തോത്രം മാറ്റി നിർത്തുന്ന ദൈവമല്ല, അവൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി ആലോചന പറയാ. അവിടെ നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. നിന്റെ മധ്യേ അവർ പരദേശിയെ പീഡിപ്പിക്കുന്നു, നിന്നാൽ ആമേൻ സ്തോത്രം വച്ച് അവർ എന്ത് ചെയ്യുന്നു? അനാഥയെയും വിധവയെയും ഉപദ്രവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രേഖ ദൈവദാസിയെ കഴിഞ്ഞ ആളിലുള്ള ഉപദ്രവങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒന്നും ഭാരപ്പെടണ്ട. കേട്ടോ, അതെല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റി തീർക്കുന്ന ദിവസങ്ങൾ ആസന്നമായിട്ടുണ്ട്. ആമേൻ.
മാറ്റിത്തീർക്കുന്ന ദിവസങ്ങൾ, അതൊക്കെ ഒരു അലങ്കാരമാലയായിടുന്ന ഒരു ദിവസമുണ്ട്. അതിനായി ഈ ദിവസങ്ങളിൽ കാത്തിരിക്കുമെങ്കിൽ ഞാൻ ചില മേഖലകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ദൈവമെന്ന് എന്ന് രാത്രി ആലോചന കൈമാറുകയാ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ അങ്ങനെ ദൈവത്തിന്റെ ആത്മാവെന്ന് രാത്രി സംസാരിക്കുന്നത്? എഗസ്കേൽ പ്രവാചകൻ വിളിച്ചു പറയുന്ന ആലോചന അത്ര വലിയൊരു ആലോചനയാണ്. നിന്നെ ഏതെങ്കിലും ദേശത്തോ ചർച്ചക്കാരുടെ നടുവിലോ സമൂഹത്തിലോ നീ ഉപജീവനം ചെയ്യുന്ന മേഖലകളിലോ നിന്നെ മാറ്റി നിർത്തി നിന്നെ ആരെങ്കിലും പുച്ഛിച്ച് തള്ളിയെങ്കിൽ അവരുടെ മുൻപിൽ വച്ച് നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി നിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ പറയാൻ എത്ര പേർക്ക് തയ്യാറാകും? ഇന്ന് രാത്രി സ്തോത്രത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ പോകുക. അടുത്തൊരു ദൂതിലേക്ക് നമ്മൾ കടന്നു വരുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യിരെമ്യാ പ്രവാചകൻ എന്താ വിളിച്ചു പറയുന്നത് അറിയാമോ? 9-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ദൂത് യിരെമ്യാവ് ആമേൻ 9-ാമത്തെ അധ്യായത്തിൽ വിളിച്ചു പറയുക. ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ ഓരോരുത്തരും തന്റെ കൂട്ടുകാരനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒരു സഹോദരനും നിങ്ങൾ ആശ്രയിക്കരുത്. ഏത് സഹോദരൻ ഉപായം പ്രവർത്തിക്കുന്നു, ഏത് കൂട്ടാരനും നുണ പറഞ്ഞു നടക്കുന്നു. ആമേൻ. നുണ പറഞ്ഞങ്ങ് നടക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഉള്ളവരെ സൂക്ഷിച്ച് മാറ്റി നിർത്താൻ ആ ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ലീലാമ കടയ്ക്കകത്തിരിക്കുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സ് ആണോ അല്ലെ ഹോമിയോ മെഡിക്കൽ കോളേജ് ആണോ എന്തുവാ അതിനകത്ത്? പ്രൈസ് ദി ലോർഡ്. എന്ന് രാത്രിയിൽ ദൈവാത്മ പറയാട്ടോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെപ്പറ്റി പറഞ്ഞ് പരത്തി വയ്ക്കുന്നതെല്ലാം ഈ നാളുകളിൽ പൊളിച്ചടുക്കി മുമ്പിൽ കൊണ്ടുവച്ചിരുന്നു ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറഞ്ഞു നടക്കട്ടെ, നുണകൾ പറയട്ടെ, നിങ്ങളെപ്പറ്റിക്ക് പറയട്ടെന്നേ. ആമേൻ. പറഞ്ഞു നടക്കുമ്പോൾ അവിടെ പ്രതികരിക്കാൻ ദൈവം ഇറങ്ങി വരിക. യഹൂദ ഗോത്രത്തിലെ സിംഹമുണ്ടല്ലോ, അവൻ ഇറങ്ങി നിൽക്കുന്ന ഒരു നാൾ വിദൂരമല്ല. കണ്ടോ, അവിടെ പറയുന്നത് സഹോദരനും ഉപായം പ്രവർത്തിക്കുന്നു, ഏത് കൂട്ടുകാരനും നുണ പറഞ്ഞു നടക്കുന്നു, ഏത് കൂട്ടുകാരിയും നുണ പറഞ്ഞു നടക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ദൈവ പൈതലേ, യിരെമ്യാ പ്രവാചകൻ എന്താ അങ്ങനെ പറഞ്ഞത്? പ്രവാചകൻ എന്താ ആ ദൂത് വിളിച്ചു പറയുന്നത്? ആമേൻ, നീ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കണ്ടുപിടിച്ച് നിന്റെ ആമേൻ വിഷയങ്ങൾ പറഞ്ഞു ഷെയർ ചെയ്യാൻ നീ ആഗ്രഹിച്ച് മുൻപിലോട്ട് ചേർത്ത് പിടിച്ചിരിക്കുന്ന സഹോദരനും ആമേൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൂട്ടുകാരനും നിനക്ക് വിരോധമായി കളമൊരുക്കുമ്പോൾ, നിനക്ക് വിരോധമായി ചില മേഖലകൾ ആമേൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ തട്ടിക്കൂട്ടുമ്പോൾ ഇന്ന് രാത്രി സ്വർഗ്ഗം പറയും അവനെ വിട്ടൊഴിഞ്ഞ് നീ നടക്കാനാ ദൈവാത്മാവെന്ന് രാത്രി ആലോചന പറയുന്നു. ആരോടൊക്കെ ദൈവാത്മ പറയുന്നു? നിന്നെ ആമേ സ്തോത്രം പരസ്യ കോലമാക്കാൻ ആമേ ശത്രു ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ ആമേ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ആമേ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിഞ്ഞ് നീ നടക്ക് എന്ന്. അവൻ എന്ത് വിലയുള്ളൂ, അവൻ എന്ത് പറയാനുള്ളത് എന്ന് പറഞ്ഞ് പ്രവാചകൻ ദൂത് പറയുമ്പോൾ യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, അവൻ നിനക്കെതിരെ കൂടപദ്ധതികൾ ഒരുക്കി നുണയും കുശുമ്പുമായി, അവൻ അസൂയയുമായി അവൻ മുമ്പിലോട്ട് കടന്നു വരുന്നു എന്ന് ആമേ യിരെമ്യാ പ്രവാചകൻ പറയുക. എന്നാൽ യേശു എന്താ പറയുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, ആമേൻ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഹല്ലേലൂയ, ആമേൻ. മത്തായി 5-ൽ എന്താ പറയുന്നത് ദൈവം? പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കപ്പെടുമ്പോൾ യേശു കർത്താവ് ഓരോരുത്തരെ പിടിച്ചു നിർത്തി ഹൃദയങ്ങളെ നോക്കി ആമേ ദൂത് കൈമാറുമ്പോൾ 1, 2, 3 പേരല്ല അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ജനം യേശുവിന്റെ ശുശ്രൂഷയ്ക്കായി കൂടിയിരിക്കുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് മറുപടിയുമായി കർത്താവ് പറയുക, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവര് പുറകെ അങ്ങനെയുള്ള അഭിഷേകം ഉണ്ട് കേട്ടോ. അഭിഷേകം പല വിധത്തിലാ. നുണ പറയാൻ പ്രത്യേക ഒരു അഭിഷേകമുണ്ട്.
പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നുണ പറയൂ? എവിടെ? ആമേൻ, പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം. നമുക്ക് വേദപുസ്തകത്തിലേക്ക് വരാം. നമുക്കറിയാം ദാവീദിന്റെ മേലുള്ള അഭിഷേകവും ശൗലിന്റെ മേലുള്ള അഭിഷേകം രണ്ടും രണ്ടാണ്. ശൗലിന്റെ മേലിരിക്കുന്ന അഭിഷേകം ജനത്തെ കൊല്ലാനുള്ളതും ജനത്തെ തകർക്കുവാനുള്ളതും ജനത്തെ മുടിക്കുവാനുള്ളതും ജനത്തെ പകയ്ക്കുവാനുള്ളതും ജനത്തെ വേരോടെ പിഴുതുമാറ്റുവാനും സഭ പൊളിക്കാനും സഭ ഉന്മൂല നാശം ചെയ്യുവാനും വിശ്വാസികളെ തച്ചുടയ്ക്കുവാനുള്ള അഭിഷേകമാണ് ശൗലിന്റെ മേലുള്ള അഭിഷേകം. എന്നാൽ ദാവീദിന്റെ മേലുള്ള അഭിഷേകം ആരെന്നറിയാമോ ചെയ്തത്? ശമൂവേൽ പ്രവാചകൻ. അവന്റെ അമ്മ ഒരു സമർപ്പണം ചെയ്തു. എങ്ങനെ? കണ്ണും കാണാൻ വയ്യാതെ കണ്ണും മങ്ങിയ ഏലി പ്രവാചകന്റെ സഭയ്ക്കകത്ത് പോയി മുട്ടുമടക്കി ഏലിയുടെ മക്കളെ നോക്കിയാൽ പ്രാർത്ഥന വരത്തില്ല. ഇന്ന് രാത്രി ആരോടൊക്കെ ദൂത് പറയുക, എന്തൊരു പ്രാർത്ഥന! മക്കളെ നോക്കി പ്രാർത്ഥിക്കരുത്. അഭിഷക്തന്മാരുടെ മക്കളെ നോക്കി പ്രാർത്ഥിക്കരുത്. എന്റെ ദൈവമേ, ദൂതിലാക്കി ഞാൻ പറയുന്നത്, ദൂതിലേക്കാ പറയുന്നത്. ഇതിനകത്തിരിക്കുന്ന ദൈവദാസിമാരോട് ദൈവമക്കളോട് അഭിഷക്തന്മാരോട് ഞാൻ ബഹുമാനിക്കുകയാണ്, ബഹുമാനത്തോടെ പറയുക. ഇന്ന് രാത്രി ഏലിയുടെ മക്കളെ നോക്കി ഹന്ന പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ശമൂവേൽ ജനിക്കത്തില്ലായിരുന്നു, ശമൂവേൽ അഭിഷേകം പ്രാപിക്കത്തില്ലായിരുന്നു, ശമൂവേൽ വെട്ടം പോലും കാണത്തില്ലായിരുന്നു. ഏലിയുടെ മുഖത്ത് നോക്കിയല്ല അവൾ അവിടെ പ്രാർത്ഥിച്ചത്. അവൾ പ്രാർത്ഥിച്ചത് മന്ദിരത്തിനകത്തിരുന്നു കൊണ്ട് അവൾ ദൈവത്തോട് മുട്ടുമേൽ നിന്ന് കരഞ്ഞു ഉപവസിച്ചും പ്രാർത്ഥിച്ചും അനുതാപത്തോടും മുഴങ്കാൽ മടക്കിയ ഹന്നയുടെ പ്രാർത്ഥന കേട്ട് സ്വർഗം ഇറങ്ങി വന്നു. ആമേ, നോക്കൂ, അവൾക്ക് വേണ്ടി അവിടെ സമർപ്പണം ഇതായിരുന്നു: എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ അത് നിനക്ക് വേണ്ടി ഈ ആലയത്തിലെ വിളക്കണയാതെ അവൻ സൂക്ഷിക്കാൻ ഇവിടെ ഞാൻ വളർത്തും. ആ തീരുമാനത്തിന് മധ്യേ അവനെ അവിടെ വളർത്തി. അപ്പോൾ തന്നെ നോക്കൂ, ഏലിയുടെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നു, സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, അപ്പന്റെ കണ്ണ് മങ്ങിക്കൊണ്ടിരിക്കുന്നു. അതൊന്നും അവൾക്ക് വിഷയമല്ല. അവൾക്ക് വിഷയം എന്റെ തീരുമാനമാണ്. ആ തീരുമാനമാണ് ദാവീദിനെ അഭിഷേകം ചെയ്ത് പുറത്തെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷേകമുണ്ടല്ലോ, നിഷ്കളങ്കമായ പരിശുദ്ധാത്മാവിന്റെ കൊമ്പ് നിറച്ചു തൈലവുമായി അതുവരെ ഉണങ്ങിയിരുന്ന കൊമ്പില് എടുക്കടാ നിറക്കടാ തൈലം എന്ന് പറഞ്ഞ് തൈലം നിറച്ച് ദാൻ മുതൽ ബേർഷേവ വരെ 2750 കിലോമീറ്റർ സ്തോത്രം കാൽനടയായി നടന്നു എന്ന് ഈശോയുടെ ഭവനത്തിലേക്ക് കയറിച്ചെന്ന് പറയുക. നിന്റെ തലമുറ വിളിച്ചിറക്ക്. അവിടെയാണ് കളി ഇന്ന് രാത്രി. പ്രൈസ് ദി ലോർഡ്. മസിലും നല്ല പവറും വിദ്യാഭ്യാസവും നല്ല നെറ്റിയും നെഞ്ചുമുള്ളവരെ വിളിച്ചു നിർത്തി ഇവിടെ യുദ്ധത്തിന് നിർത്തിയത്. എടോ, അഭിഷേകം ചെയ്യാനാ. ഇസ്രായേലിലെ കിടപ്പുണ്ട് ജനം. 30 ലക്ഷം പേരുടെ ഇടയനാക്കി ഒരുത്തിന് അഭിഷേകം ചെയ്യാനാ. സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ശുശ്രൂഷയുടെ അതിരുവരമ്പിനെ വിശാലമാക്കുന്ന ഒരു ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. കേട്ടോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞുമോൾ കർത്താവിന്റെ അഭിഷേകത്തെ അതിരുവരമ്പ് വിശാലമാകാൻ പോകുക. കുഞ്ഞുമോളല്ലേ? പ്രൈസ് ദി ലോർഡ്. അല്ലോ, കുഞ്ഞുമോളല്ലേ പേര്? അത് തന്നെ. ഒന്ന് പ്രതികരിക്കപ്പ. സ്തോത്രം. ആമേൻ. ഞാൻ പറയട്ടെ, ഇവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് മൂന്നാർ റോഡ് പോകുമ്പോൾ, മൂന്നാർ റോഡ് നമ്മൾ കയറി പോകുമ്പോഴേ അപ്പുറത്തുനിന്ന് വണ്ടി പോലും വന്ന് എന്തിന് രാത്രി ഒരു ലൈറ്റ് വെട്ടം പോലും അടിക്കാൻ നമുക്ക് കാണാൻ കഴിയാത്ത തലത്തിൽ വണ്ടി ഓട്ടിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പകലിലോ നമ്മൾ ഹോൺ അടിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടി ഹോൺ അടിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ അവിടെ കൂട്ട ഇടിയുണ്ടാകും. ഇപ്പോഴങ്ങനെയാ. ഒരു സ്തോത്രം പറഞ്ഞ് പേര് വിളിച്ചാൽ പോലും പ്രതികരിക്കാത്ത അമ്മമാര് കൈപൊക്കണ്ട പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കുഞ്ഞുമോളാൻറ്റി ഒരു വചനദൂത് പറയട്ടെ, ഒരു വചന വെളിപ്പാട് പറയട്ടെ. ഹല്ലേലൂയ. ഒരു വചന വെളിപ്പാട് ഞാൻ പറയാൻ പോകുക കേട്ടോ. ഇന്ന് രാത്രി ഒരു വചന വെളിപ്പാടിലേക്ക് കടന്നു വരാൻ പോകുക. മാമേ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന തലത്തിൽ തമ്പുരാൻ ഈ നാളുകളിൽ സ്തോത്രം ഒരു കുഞ്ഞിനെ പോലെ പുറത്തെടുക്കുന്ന ഒരു നാള്. ആമേൻ.
അയ്യോ കർത്താവേ, ഇനിയും ഇനിയും ദൈവത്തിന് വേണ്ടി ഓടാനുണ്ട് കേട്ടോ. കർത്താവിൻ്റെ അഭിഷേകത്തെ ഓടാനുണ്ട് കേട്ടോ. ഒരു പുത്തൻ പേര് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ സ്ഥാപിക്കപ്പെട്ടതാ. അത് ഞാൻ കല്ലിൻ്റെ പുറത്ത് എഴുതി വയ്ക്കുന്ന നാൾ വിദൂരമല്ല. അത് കല്ലിൻ്റെ പുറത്ത് ഇതുവരയ്ക്കും ആർക്കും കൊടുക്കാത്ത മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ നിന്നെ പോഷിപ്പിക്കും. ഹല്ലേലൂയ. ഇതുവരയ്ക്കും ഞാൻ ആർക്കും കൊടുക്കാത്ത ചിലത് ഞാൻ നിനക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയും തലമുറയ്ക്ക് വേണ്ടി ഞാൻ വച്ചിട്ടുണ്ട്. അത് വേറെ ആരും പ്രാപിക്കത്തില്ല. ഇന്ന് രാത്രി അതിനെ പ്രാപിച്ചെടുത്ത് മുൻപിലോട്ട് യാത്ര ചെയ്യാൻ സ്തോത്രം ദൈവാത്മാവ് ദൂത് പറഞ്ഞൊന്ന് ഉറപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീർന്നില്ല. ദാവീദിന്റെ മേൽ അഭിഷേകം പകർന്നു. ദാവീദിനെ കാട്ടിക്കിടന്നവൻ, അപ്പന്റെ ആടുകളെ മേയ്പ്പാൻ കാട്ടിക്കിടന്നവൻ, ഒരിക്കൽ അപ്പനേൽപ്പിച്ച ആടിൽ ഒന്നിനെ പിടിക്കാൻ സിംഹം കടന്നു വന്നു. ആ സിംഹത്തെ അടിച്ചതിന്റെ വായിൽ ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. രണ്ടാമത് കുറെ ദിവസം കഴിഞ്ഞ ശേഷം അടുത്തൊരു കരടി കയറി വന്നു. കരടിയെ അടിച്ചു വീഴ്ത്തി അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിച്ചു. എന്തെന്നറിയാമോ? അങ്ങനെയുള്ള ഒരു യോദ്ധാവ് കിടപ്പുണ്ട് കാട്ടിനകത്ത്. നിനക്കിനി മക്കളില്ല. ഒരുത്തനുണ്ട്, ഒരു ഗുണമില്ലാത്തവൻ. അവന് ഒരു ഗുണമില്ലാത്തവൻ. അവനെ വിളി. നിനക്കവൻ ഗുണമില്ലെങ്കിലും, അവൻ കിന്നരമൊന്നും സ്തോത്ര ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടില്ലെങ്കിലും, വലിയ അധ്യാപകന്മാരെ നടുവിലിരുന്നു കൊണ്ട് അവൻ കിന്നര വായനയൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും, അവൻ കാട്ടിലായിരിക്കുമ്പോഴേ, നിന്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവൻ പാട്ടുപാടാറുണ്ട്. അവൻ പാട്ടുപാടി സ്വർഗത്തിലെ കസേര ഇളക്കിയവനവൻ. അവനെവിടെ കൊണ്ടുപോവാ. അവനില്ലാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. ഇന്ന് രാത്രി ചിലരെ നോക്കി വെയിറ്റ് ചെയ്യാ തമ്പുരാൻ. ശബനപരഗതുനി ചിലരെ നോക്കി തമ്പുരാൻ വെയിറ്റ് ചെയ്യുകയാ. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുന്നു. ചിലർ നോക്കി തമ്പുരാൻ വെയിറ്റ് ചെയ്യുക. അവനില്ലാതെ, അവൻ വരാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധിക്കാൻ തോന്നുന്നെങ്കിൽ ആരാധിച്ചോ. നിന്നെ ഒതുക്കി മാറ്റി നിർത്തി ചില വേദികൾ ഒരുക്കുമ്പോൾ സ്വർഗം പറയുന്നു, നിനക്ക് വേണ്ടി ചില പന്തികൾ ഒരുങ്ങി വരുന്നുണ്ട്. ദൈവം ഡയറക്റ്റായി ഇതിനകത്ത് ഇറങ്ങി വരും. ചില കുടുംബത്തിനകത്ത് നീ എന്നും അടുക്കളയിൽ കിടക്കേണ്ടവളല്ല. നീ എന്നും അടുക്കളയിലെ പിന്നാമ്പുറത്ത് അടിച്ചുവാരിയും കഴുകിയും വൃത്തിയാക്കിയും നടക്കേണ്ട വ്യക്തി അല്ല. നിന്നെ പുറത്ത് കൊണ്ടുവന്ന് ഇനി അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗമെന്ന് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലരെ വ്യക്തിപരമായി ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളെ ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. നിന്നെ പുറത്ത് കൊണ്ടുവന്ന് പന്തിക്കിരുത്തി സ്തോത്രം അവരൊന്നും നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും നിന്നെ സ്തോത്രം പ്രൈസ് ദി ലോർഡ് പുറത്ത് കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്ന, അഭിഷേകം ചെയ്യുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം ഇതിനകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർ ആ ദൂത് സ്വീകരിക്കാൻ വകയുണ്ട്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് മിനി മാത്യു ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, കർത്താവിന്റെ അഭിഷേകത്തെ നിന്റെ പുറത്ത് കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്ന, തലയിൽ അഭിഷേകം തൈലം പകർന്ന് ദേശത്തിൽ മാത്രമല്ല രാജ്യങ്ങളിൽ മാനിക്കത്തക്ക തലത്തിൽ ദൈവത്തിന് പദ്ധതി കൊണ്ട് കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മിനി മാത്യു വന്നല്ലാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്ന ഒരു ദൈവത്തെ അറിയാമോ? വാശി പിടിച്ച് നിൽക്കുക. അവൾ വരാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. വിളിക്ക്. പ്രൈസ് ദി ലോർഡ്. അതാ വരാൻ പോകുന്നു കേട്ടോ. വിളിക്ക്. പിന്നാമ്പുറത്തിരിക്കുന്ന, കഴിച്ചോ ഉണ്ടോ ഉറങ്ങിയോ സ്തോത്രം ഒന്നും അന്വേഷിക്കാൻ ആരും ഇല്ലെങ്കിലും ഭാരപ്പെടണം കേട്ടോ. സ്തോത്രം ഈ നാളുകളിൽ തമ്പുരാൻ പറയുക, ഞാൻ നിന്റെ അറിഞ്ഞ് അനുഗ്രഹിച്ച് പുറത്ത് കൊണ്ടുവരാൻ പോകുക. ശിവ ആന്റി, ഈ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ശക്തമായി പ്രാർത്ഥിച്ചു. ഒരു കണ്ണീരിന്റെ പ്രവാചകയായി ഈ നാളുകൾ ദൈവം കണ്ടിരിക്കുക കേട്ടോ. കരഞ്ഞു ഇനി കണ്ണിൽ കണ്ണീരൊന്നുമില്ല കേട്ടോ. എല്ലാം തീർന്നിരിക്കുക. ശത്രു ഇനി നിങ്ങളുടെ കണ്ണുനീര് കുടിക്കണ്ട. ശത്രു ഇനി നിങ്ങളെ കണ്ണീര് കുടിക്കത്തില്ല. കർത്താസി ഉറപ്പായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കണ്ണീര് ഇനി കുടിക്കത്തില്ല. ഈ നാളുകളിൽ കുടിച്ച ഇനി കുടിക്കത്തില്ല. കഴിഞ്ഞ നാളുകൾ അവൻ കുടിച്ചു അല്ലേ? ഇനി കുടിക്കത്തില്ല. പാട്ടക്കണക്കിനാ കുടിച്ചത്. ഇനി അവൻ കുടിക്കത്തില്ല. ഇനി അവൻ കുടിച്ചു മത്തനകത്തില്ല. ഇതിനകത്ത് കരഞ്ഞ് നിന്റെ കണ്ണീര് കുടിച്ച് ഇനി തീർന്നു പോയി എന്ന് പറഞ്ഞിരിക്കുന്ന ചില മേഖലകളെ സ്വർഗത്തിൽ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. അങ്ങനെ ഉള്ളവരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് സ്തോത്ര ഓമന തമ്പി കർത്തദാസിയെ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ കണ്ണുനീര് ഇനി സ്തോത്ര ശത്രു കുടിക്കത്തില്ല. ഇനി കുടിക്കത്തില്ല. അവൻ ഇനി നിങ്ങളുടെ കണ്ണീര് കൊണ്ട് അമ്മാനമാടത്തില്ല എന്ന് ദൈവാത്മാവ് ഇന്ന്
രാത്രി ഉറപ്പിച്ചു പറയുക. ആമേ സ്തോത്രം. പാട്ടുപാടിയ മോളി, കർത്താവിന് ദാസിയെ, ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിങ്ങളുടെ കണ്ണീരിനി കുടിക്കത്തില്ല ശത്രു. ആമേ, കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ഭാരപ്പെട്ട വിഷയത്തിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, കർത്താവിന് വേണ്ടി ആമേ ഏൽപ്പിച്ചുകൊട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഒഴിഞ്ഞിരിക്കുന്നതിന് നിറയ്ക്കാൻ സമ്പുരാൻ ചില കുടുംബത്തിലേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വന്നിരിക്കുക. നാളെ എന്തായി തീരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ? നാളെ സൂര്യൻ ഉദിക്കണ്ട എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നീ? നാളെ സൂര്യൻ ഉദിക്കണ്ട, ഇന്ന് രാത്രി ആയിക്കഴിഞ്ഞ് നാളെ ഇനി ഉദിക്കണ്ട. ഉദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ പുന്നാമ്പുറത്ത് ആൾക്കാരും നിരന്നു നിൽക്കും. ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി പന്തിക്കിരിക്കണമെങ്കിൽ ഒരുത്തൻ ഇങ്ങകത്തേക്ക് കടന്നു വരാനുണ്ട്. വനത്തിൽ കിടക്കുന്ന ഒരുത്തനകത്ത് കടന്നു വരാനുണ്ട്. ആത്മാവ് ദൂത് മറന്നു പോകരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം, പല അഭിഷേകമുണ്ട്. അതിലേക്കാണ് വരാൻ പോകുന്നത്. പല അഭിഷേകം. ദാവീദിന്റെ മേൽ പകർന്ന അഭിഷേകം യഹോവയായ ദൈവം ശമൂവേലിനെ പാകപ്പെടുത്തി തൈലക്കൊമ്പിൽ തൈലം നിറച്ച് ഈശായുടെ 7 മക്കളും നോക്കി നിൽക്കെ, ആമേ തണ്ടും തടിയുമുള്ളവൻ നോക്കി നിൽക്കെ, പട്ടാളത്തുകാരന്മാരും ആമേ നല്ല പവറുമുള്ളവർ നോക്കി നിൽക്കെ, ഈ പൗഴ നിറമുള്ളവനും കോമളരൂപിയുമായ വ്യക്തിയെ അഭിഷേകം ചെയ്ത് ഇസ്രായേൽ രാജാവായി പുറത്തെടുത്തു. ഇന്ന് രാത്രി അവൻ ഒരിക്കലും ശൗലിനെ കൊല്ലാൻ പേടിയ. ദൂത് മനസ്സിലായോ? ആമേൻ. അഭിഷേകത്തിന്റെ വ്യത്യാസം മനസ്സിലായോ? ദൈവം പകർന്ന അഭിഷേകം ഒരിക്കലും ആമേൻ മറ്റവനൊരു പാര വയ്ക്കാൻ ഉള്ള അഭിഷേകമല്ല. ആമേൻ. ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന ആമേൻ പടനായകൻ, അവൻ ആമേൻ 2 പേരും 2 ഗുഹയുടെ വാതിൽ കൂടെ അകത്ത് കയറിയപ്പോൾ വന്നിരുന്നത് ഒരേ ഹോളിനകത്താ. ദാവീദ് പറഞ്ഞു, രാജാവേ നോക്കിയേ, ആ മറ്റോ ഇരിക്കുന്നുണ്ടോ? ആ കുന്തോർത്ത് ഒറ്റ കുത്തിയ ഇതിനകത്തിട്ടങ്ങ് കൊന്നുകളയാം. ഇല്ല, പറ്റില്ല, അവൻ അഭിഷക്തനാണ്. എന്നാ ആൾക്കാർ കാണക്ക ഞാനൊരു അഗ്രം വസ്ത്രത്തിന്റെ അതിലും അവൻ മൂണിയില്ല കേട്ടോ. പക്ഷെ അവന്റെ വസ്ത്രത്തിന്റെ അഗ്രം എന്ന് പറഞ്ഞ അഭിഷക്തന്റെ വസ്ത്രത്തിന്റെ അഗ്രം കട്ട് ചെയ്തെടുത്തപ്പോൾ പിന്നെ ചരിത്ര ഏടുകൾ പഠിക്കുമ്പോൾ ദാവീദ് നാളുകൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു നിലപ്പോൾ പ്രാപിച്ചെന്ന. ഇന്ന് രാത്രിയിൽ ആമേ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ വായിച്ച വാക്യം എന്ന് പറഞ്ഞത് നുണ പറഞ്ഞു നടക്കുന്ന ചിലരുണ്ട് കേട്ടോ. അവര് പറഞ്ഞോട്ടെ, അവരെ ശുശ്രൂഷ അഭിഷേകം അതാ, അവര് പറയട്ടെ. നമ്മൾക്ക് ആ അഭിഷേകം അല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം തന്ന അഭിഷേകം എന്ന് പറയുന്നത് ആമേ തീയിൽ കിടക്കുന്നവന് വലിച്ചു പുറത്തെടുത്ത് അവന്റെ മേൽ ആമേ നിത്യതയ്ക്ക് വേണ്ടിയുള്ള അഭിഷേകം പകർന്ന് പുറത്തെടുക്കാനുള്ള അഭിഷേകമാണ് നമ്മുടെ മേലുള്ളത്. ഇന്ന് രാത്രി ആമേ ചതുവും വഞ്ചനയും ഉള്ളതിനെ കണ്ടുപിടിച്ച് ഇന്ന് രാത്രി ആമേ തക്ക ചുട്ട അടി കൊടുക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ആമേ കടന്നു വന്നിട്ടുണ്ട്. ആമേ ഇരിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ഈ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ എണീക്കുമ്പോൾ സ്വർഗം വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് എണീക്കും മുമ്പേ തന്നെ റിസൾട്ടുകൾ ഭവനത്തിനകത്തളങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. റിസൾട്ടുകൾ ആമേ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. സ്വർഗം അങ്ങനെ തന്നെ ഇന്ന് രാത്രിയിൽ ആമേ ദൂത് പറഞ്ഞു നിർത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഈ രാത്രി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ പ്രാർത്ഥനയുടെ നടുവിൽ അല്ലേ സതീഷ് ദൈവാസനെ? പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും അല്ലേ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവൃത്തി അതിൽ വെളിപ്പെടുത്തും. എവിടെയെല്ലാം ജനം മുഴങ്കാൽ മടക്കിയിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. നിത്യനായ ദൈവം, സുസ്ഥിനായ ദൈവം, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, ആമേൻ ആമേൻ സ്തോത്രം, ജനത്തിന്റെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുന്ന ദൈവം ഇന്ന് രാത്രിയിൽ പറയട്ടെ, ഈ സുസ്ഥിനായ ദൈവത്തെ, സത്യമായ ദൈവത്തെ ആമേൻ ഏത് ഭാഗത്തിരുന്ന് മുഴങ്കാൽ മടക്കിയാലും ഞാൻ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ ദൈവത്തെ ആമേൻ സ്തോത്രം നീ മുട്ടുമടക്ക്, അവിടെ ഏക മധ്യസ്ഥനായി അവൻ ഇറങ്ങി വരും. അതാ ഇവിടെ പറഞ്ഞത്. ഹാലലൂയ. നമ്മളോട് വായിച്ച ആമേ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എന്താ വായിക്കുന്നത് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. നേരെ മടങ്ങി വരാം. നമുക്ക് മീഖാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. 7-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ ഇരുട്ടിൽ ആമേൻ ഇരുന്നാലും, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. ആമേൻ. ഞാൻ വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഇന്ന് രാത്രി നിന്റെ വീഴ്ച കണ്ട് ഇനി അവൻ എഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ മുൻപിൽ സ്വർഗം പറയുന്നു,
ഹല്ലേലൂയ, ആമേൻ. നിന്റെ വീഴ്ച കാണാൻ നോക്കിയിരിക്കുന്നവരുടെ മുൻപിൽ സ്വർഗം പറയുന്നത് നീ വീണാലും നീ എണീക്കാൻ പോകുകയാ. വേറൊരു ഭാഗം നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലം പരിചയാകയില്ല. കാരണം ദൈവമാണല്ലോ അവനെ നിർത്തിയത്, ദൈവമാണല്ലോ അവൻ അഭിഷേകം ചെയ്തത്. അഭിഷേകം ചെയ്തവനെ തള്ളുവാൻ ഈ ഭൂപരപ്പിൽ ഒരു വ്യക്തിക്കും കഴിയില്ല എന്ന് ആമേൻ ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കഴിയും? ഇന്ന് രാത്രിയിൽ സ്തോത്രം. ഒരു വാക്കിലേക്ക് നമുക്ക് വാക്കി തരിക. ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 50-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ദൂത് പറയുന്നു. ആമേൻ. 50-11 ഒന്ന് വായിക്കാമോ? 50-11. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യിരെമ്യാവ് 50-11. എന്റെ അവകാശം കൊള്ളയിട്ടവരെ എന്തുകൊണ്ട്? നിങ്ങൾ ഉല്ലസിക്കുന്നത് കൊണ്ട് ധ്യാനം മരിക്കുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിക്കളിക്കുന്നത് എന്തുകൊണ്ട്? ഒന്നുകൂടെ വാക്യം വായിക്കാമോ? എന്റെ അവകാശം കൊള്ളയിട്ടവരെ എന്തുകൊണ്ട്? എന്റെ അവകാശം കൊള്ളയിട്ടവരെ നിങ്ങൾ സന്തോഷിച്ചുകൊണ്ട്, നിങ്ങൾ ഉല്ലസിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ കൊള്ള ചിലർ പറയാറുണ്ട്, വലിയ കൊള്ള കണ്ടു കിട്ടിയത് പോലെ അല്ലേ? ഇത് ആ കൊള്ളയല്ല. സ്തോത്രം. ആമേൻ. ഇത് ആ കൊള്ളയല്ല കേട്ടോ. പ്രവാചകനായിരിക്കുന്ന യിരെമ്യാ പ്രവാചകൻ 50-ാമത്തെ അധ്യായത്തിനകത്ത് വിളിച്ചു പറയുന്ന ദൂത്, ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് ബാബേലിനെ കുറിച്ചുള്ള ആമേൻ. സ്തോത്രം. ഒരു ദൂതാണ് ഇവിടെ ജാതികളുടെ ഇടയിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. ആമേൻ. എന്തുകൊണ്ടാ പ്രവാചകൻ ആ ദൂത് ദൈവസന്നിധിയിൽ എടുത്തത്? പലപ്പോഴും പ്രവാചകൻ ദൂത് അങ്ങനെ എടുക്കാറില്ലെങ്കിലും ഈ ദൂത് പറയാൻ കാര്യമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിന് വിലാപങ്ങളുടെ പുസ്തകം കൂടെ ചേർത്ത് പഠിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യിരെമ്യാവ് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചേ. ആമേൻ. നിന്നെ കൊള്ളയിട്ട് സന്തോഷിച്ച് മുമ്പിലോട്ട് പോകുന്ന വ്യക്തിയെ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. ഹല്ലേലൂയ. തമ്പുരാൻ നിന്നെ തേടി വരുന്ന ഒരു രാത്രി എന്ന് ഇന്ന് രാത്രി നീ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. സഹോദരൻ്റെതും നീ കൊള്ളയടിച്ചു, അപ്പൻ്റെതും നീ കൊള്ളയടിച്ചു, അമ്മ കൊണ്ടുവച്ചിരുന്നതും കൊള്ളയടിച്ചു. ആമേൻ. സഹോദരൻ്റെതും കൊള്ളയടിച്ചു. ആമേൻ. ഭർത്താവിൻ്റെതും കൊള്ളയടിച്ചു, ഭാര്യയുടേതും കൊള്ളയടിച്ചു. എല്ലാം കൊള്ളയടിച്ച് നീ മുമ്പിലോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോഴും നീ ഒരു കറവ പശുവിനെ പോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ തമ്പുരാൻ പറയുന്നു, നിന്നെ പിടിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നീ ആയിരിക്കുന്ന മേഖലയ്ക്കകത്തേക്ക് തമ്പുരാൻ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ഭാരപ്പെടേണ്ട കേട്ടോ. എത്രത്തോളം നിങ്ങളെ മാറ്റി നിർത്തി പലരും ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും മുൻപിലോട്ട് കടന്നുപോയാലും ഭാരപ്പെടണ്ട. അതിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിൽ ദൂത് വിളിച്ചു പറയുന്നു. അതിൻ്റെ മധ്യേ ദൈവത്തിന് ഒരു അത്ഭുതം പ്രവർത്തിപ്പാൻ ഇന്ന് രാത്രിയിൽ പദ്ധതി ഉണ്ടെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവകുഞ്ഞേ, ഇന്ന് രാത്രിയിൽ ഒന്ന് മനസ്സിലാക്ക്, നിന്റെ വീഴ്ച കണ്ട് സന്തോഷിക്കുന്ന ചില വ്യക്തികളുണ്ട് കേട്ടോ. അവരുടെ നടുവിൽ തമ്പുരാൻ വിളിച്ചു പറയും ദൂത് കണ്ടോ. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെയാ വായിച്ച് നമ്മൾ നിർത്തിയൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. സ്ഥിരമായൊരു വീഴ്ചയല്ല കേട്ടോ, നിന്നെ എണീപ്പിച്ച് പുറത്ത് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എണീപ്പിച്ച് പുറത്ത് കൊണ്ടുവന്ന് നിനക്ക് വേണ്ടി ഉള്ളത് തന്ന് തൃപ്തിപ്പെടുത്തുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിനകത്തിരിക്കുന്ന കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുകയാ. എന്തോ ചിലരൊക്കെ ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഇതിൻ്റെ തകർച്ചയ്ക്ക് വേണ്ടിയുള്ള വീഴ്ചയാണോ? അല്ലയോ എനിക്ക് ഒരിക്കലും എഴിക്കാൻ കഴിയത്തില്ലേ? എനിക്കിനി മുമ്പിലോട്ട് കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്തതുപോലെ ഇനി ചെയ്യാൻ കഴിയത്തില്ലേ എന്നുള്ള ഒരു സ്തോത്രം, ഒരു വിഷമകഥയിൽ നിങ്ങൾ മുമ്പിലോട്ട് കടന്നു പോകുന്ന വ്യക്തിയാണോ? എന്നാൽ ഭാരപ്പെടണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇല്ല, നീ ഇനി പിന്നെയും എണീക്കും. നീ ഇരട്ടത്തിരിക്കുന്ന വ്യക്തിയാണോ? എന്നാൽ
ദൈവം പറയുന്നു, ഞാൻ നിത്യപ്രകാശമായി നിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് നീ ഇരുട്ടത്താണെന്ന് ശത്രു ചിന്തിച്ചാലും അവൻ പ്രൈസ് ദി ലോർഡ് സന്തോഷിച്ചാലും ഞാൻ അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കത്തില്ല. ഞാൻ നിന്നെ മേൽത്തരമായ ഒരു മുദ്രമോതിരമാക്കി ഞാൻ നിന്നെ അണിയിക്കുന്ന ഒരു ദൈവമെന്ന് രാത്രിയിൽ ആലോചന വിളിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാ ദൈവാത്മാവ് അങ്ങനെ തന്നെ ഇന്ന് രാത്രി ആ ദൂത് കൈമാറുന്നെന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. ദൈവമേ, ഒരു വാക്യം നമ്മുടെ മുമ്പിൽ, ഒരു വാക്കൂടെ വായിക്കാമോ? ആമേൻ, സ്തോത്രം. ആമേൻ. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. അവിടെ എന്താ വായിച്ചത്? ഒന്ന് വായിച്ചാട്ടെ. മത്തായി 10. പ്രൈസ് ദി ലോർഡ്. ശബനപരഗതന വൈഡകരാജകൾ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. ഒന്നുകൂടെ എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. ഒന്നുകൂടെ ആ വാക്യം വായിക്കാം അഭിഷത്തെ. പ്രൈസ് ദി ലോർഡ്. സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ദൂത് നിങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു ദൂത കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ കാലഘട്ടങ്ങൾ ദുഷ്കരമേറിയ കാലഘട്ടങ്ങളിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശക്തമേറിയ ദൈവപ്രവർത്തിക്കായി ദിവസങ്ങൾ ദൈവമക്കൾ തയ്യാറാകേണ്ടതായുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി ദൈവാത്മാവ് ഇന്നും പല കുടുംബങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവാത്മാവിനെ അറിയിക്കുന്നു. പല കുടുംബങ്ങളും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേ. ആരാധനയുണ്ടോ? ആരാധനയുണ്ട്. പള്ളിയിൽ പോകുന്നുവോ? പള്ളിയിൽ പോകുന്നു. ആമേ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ ചില വേദനകൾ കൊണ്ട് വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്ന ദൂത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ആമേ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ട ഈ ഉപവാസ പ്രാർത്ഥനകളിൽ വളരെ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ്. ആമേൻ. മേൽസി തോമസ്. ആമേൻ. മേൽസി ആമേൻ ടിൻഡോയോ? ആമേൻ. ജിൻഡോയോ? ആമേൻ. ആരാ മേൽസി? കർത്താസിയെ. കർത്താവരദാസിയെ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിലേക്ക് വളരെ പ്രാർത്ഥനയോടെ കടന്നു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഒരു തബീതയുടെ നടുവിൽ ഇറങ്ങി വന്ന ഒരു നാട് മുഴുവൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൾ ആമേൻ, സ്തോത്രം, തബീത എന്ന് അവളുടെ പേരാണെങ്കിൽ പോലും അവൾ ആ ദേശത്ത് ആമേൻ അനേകർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു ദൈവദാസിയായിരുന്നു അവൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് മരണത്തിന് പോലും അവളെ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. ശ്രദ്ധിക്കണം. ആമേൻ. ഹല്ലേലൂയ. മരണത്തിന് പോലും അവളെ എന്ത് ചെയ്യാൻ പറ്റില്ല? പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. ആമേൻ. മരിച്ചിട്ടും വിട്ടുകൊടുക്കാതെ ഒരു ജനത അവൾക്ക് നേരെ നിന്നു. ശമനപരകതു. എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. മേൽസി കർത്തദാസി ദൂത് അങ്ങനെ വരുന്ന എനിക്കറിയത്തില്ല. പക്ഷേ ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിങ്ങൾക്കെതിരെ കൊതിച്ചിരുന്നവർ, ആമേൻ, തീർന്നു കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നവർ, ദൈവാത്മാ പറയുന്നു, ആ ഒരു ജനത മുൻപിൽ വന്ന് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പത്രോസിന്റെ നടുവിൽ ആമേ കരഞ്ഞുകൊണ്ട് അവൾ തുന്നിക്കൊടുത്ത കുപ്പായങ്ങളുമായി അവർ നിൽക്കുന്ന ഒരു നിപ്പുണ്ടായിരുന്നു കേട്ടോ. യോപ്പയിൽ നിന്ന് പത്രോസ് അവിടെ വന്നപ്പോൾ തന്നെ അവിടെ നിലവിളി ഉയർന്നു, കരച്ചിൽ ഉയർന്നു. എന്തെന്ന് അറിഞ്ഞൂടെ? ആമേ, സ്തോത്രം. അകത്തൊരുത്തിയെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുക. ഒരിക്കലും അവൾ മരിച്ചെന്ന് വിശ്വസിക്കാത്ത ഒരു ജനത. ഇന്ന് രാത്രി ദൈവാത്മാവ് മേഴ്സി എന്ന ദൈവാസിയോടും ഇതിനകത്തിരിക്കുന്ന പലരോടും ദൈവാത്മാവ് പേര് പറഞ്ഞില്ലെങ്കിലും നിന്നെ മരണത്തിന് പോലും പേടിയാ. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മരിക്കാൻ കൊതിച്ചിരുന്നവരെ മരണം വിട്ടു ഓടിയെന്ന് പുസ്തകം വിളിച്ചു പറയുമ്പോൾ ഇന്ന് രാത്രി മരണത്തിന് പോലും പേടിയായിരിക്കുന്ന ആമേ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ജനതയെ ഇന്ന് രാത്രി വാർത്തെടുക്കാൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ പല രാജ്യത്തിരുന്നു കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തെങ്കിലും ഭാരപ്പെടണ്ട. നിങ്ങളോട് തന്നെ ദൂത് പറയുന്നു, ഇന്ന് രാത്രി നീ മരിച്ചു കാണാൻ നോക്കി കുഴിയും വെട്ടിയിരുന്നവന്റെ മുൻപില് നിന്നെ മരണം പോലും ആമേ, പ്രൈസ് ദി ലോർഡ്, പേടിച്ചിട്ടേച്ചു പോയതുപോലെ അവൾ തിരിച്ചൊരു മടക്കയാത്രയായി ഇരട്ടി ശക്തിയോടെ തബീത എഴിച്ചു വന്നെങ്കിൽ ഇന്ന് രാത്രിയിനകത്ത് തബീതമാരെ നിങ്ങളെ എണീപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രിയിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്.
ശമനപരകതുരി അതുരമനാരകൽക്കന വേദപരാജകൽക്കനാദികൾ കടകസ്യാര അമ്പൽ പ്രൗഢപരക്ഷം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഒരു അത്ഭുതം ഇതിനകത്ത് വെളിപ്പെടുകയാ. ഞാൻ വെളിപ്പാടാൽ കാണുന്നു ഒരു അത്ഭുതം ഇതിനകത്ത് ദൈവാത്മാവ് അയച്ചുകൊണ്ടിരിക്കുക. ഒരു അത്ഭുതം ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുക. ആരുടെയൊക്കെയോ ജീവിതത്തിനകത്തൊരു പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ആമേ സ്തോത്രം. ആരുടെയൊക്കെയോ ജീവിതത്തിനകത്തൊരു മിറക്കൽ ദൈവാത്മാവ് അയച്ചുകൊണ്ടിരിക്കുക. എന്ന് രാത്രി ചില മരണങ്ങൾ മാറുകയാ. ശിവയാന്റി, ചില മരണങ്ങൾ മാറുക കേട്ടോ. പ്രാർത്ഥിച്ചോ. ഈ ഗ്രൂപ്പിനകത്തിരിക്കുന്ന ആമേ ചില വ്യക്തികളെ മരണം തേടി നിൽക്കുമ്പോൾ ദൈവാത്മ പറയുന്നത് രാത്രിയിൽ പറഞ്ഞു വൈൻഡപ്പ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു. മരണം നിന്നെ ഇട്ടേച്ചോടുന്ന രാത്രി എന്ന് രാത്രി ഉപവാസ പ്രാർത്ഥന എത്ര ദിവസമാണോ അറിയത്തില്ല. അതിനകത്ത് വച്ച് ആമേ സ്തോത്രം ചില മരണങ്ങൾ മാറ്റുന്നൊരു സ്വർഗം, പേലെഴുത്തുകളെ മാറ്റുന്നൊരു സ്വർഗം ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തവീതയ്ക്ക് വേണ്ടി ഇറങ്ങിച്ചെന്ന ഒരു ദൈവശക്തി അല്ലേ. ഇന്ന് രാത്രി വിലാപങ്ങളുടെ പുസ്തകം ഈ 4-ാം അധ്യായം 21-ാം വാക്യവും 112-ാം സങ്കീർത്തനം 4-ാം അധ്യായവും 141-ാം സങ്കീർത്തനം 3-ാം അധ്യായവും ആമേ സ്തോത്രം 35-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യവും ആമേ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ആമേൻ. മത്തായി 10:36 ആമേ 10:4 നമ്മൾ ചിന്തിക്കപ്പെടുമ്പോഴും സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. സങ്കീർത്തനം 55:13 ആമേ മീഖാ പ്രവാചകന്റെ പുസ്തകം 7:6 പഠിക്കുമ്പോൾ ലൂക്ക 12:53 ഹല്ലേലൂയ ചേർത്ത് പഠിച്ചു നമ്മൾ മുമ്പിലോട്ട് വരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദാസനായ ആമേ സ്തോത്രം ലൂക്കോസ് വൈദ്യനാണ് വിളിച്ചു പറയുന്നത്. ആമേ പേടിക്കേണ്ട കേട്ടോ, ഇത് മരണകാരണമായ രോഗമല്ല. ആമേൻ. ചിലരെ രോഗങ്ങളെ കണ്ട് പേടിച്ചിരിക്കുകയാണോ എന്ന് രാത്രി ആമേ രോഗത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ള ഒരു ദൈവം ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏതർച്ഛ്യമായി ദൈവാത്മാവെന്നെ കൊണ്ടുവന്നതല്ല എന്ന് രാത്രി ഞാൻ പറയട്ടെ. ഇതിനകത്തൊരു വെല്ലുവിളികൾ ഇന്ന് രാത്രി ദൈവം തച്ചുടച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്തുള്ള വെല്ലുവിളി, നിന്റെ ആരോഗ്യം, നിന്റെ സൗന്ദര്യം, ആമേസ്തത്തിന്റെ തലമുടി വരെ ഞാൻ അറുത്ത് കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില പൈശാചിക പോരുകളെ എന്ന് രാത്രി ദൈവാത്മാവ് ശാസിക്കുക. നിനക്ക് പിന്നെയും ആരോഗ്യമോ, നിനക്ക് പിന്നെയും സൗന്ദര്യമോ? ഇന്നും നീ 19 വയസ്സുള്ള പെൺകുട്ടിയെ പോലെ തുള്ളിച്ചാടി നടക്കുകയാണോ? ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ദുർഭൂത ശക്തികളെ എന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി മടങ്ങി വരാം, വേഗത്തിൽ മടങ്ങി വരാം കേട്ടോ. നമ്മൾ വായിച്ചത് മീഖാ പ്രവാചകൻ 7-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും.